അവളെ വിളിച്ച് എന്തെങ്കിലും ചോദിക്കടാ. എന്താ പറയണ്ടെന്ന് അറിയില്ല. സ്റ്റാർട്ടിംഗ് ട്രബിൾ. നോക്ക, നിനക്ക് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവും, അവളുടെ വണ്ടിക്ക് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒന്നും തോന്നുന്നില്ല. ഞാൻ പോയാ വണ്ടി പിടിച്ചെടുത്ത നീ ആലോചിച്ചിട്ട് വാ. ഹലോ മാഡം, എക്സ്ക്യൂസ് മീ, സ്റ്റോപ്പ്, ഒന്ന് നിക്കണം. ലൈസൻസ് ഉണ്ടോ? നിങ്ങളാരാ? CBI. അതിന് ലൈസൻസ് എന്തിനാ? ഞങ്ങളതൊക്കെ ചോദിക്കും, ലൈസൻസ് ഉണ്ടോ ഇല്ലയോ. നിങ്ങൾ CBI ആണെന്ന് എന്താ ഉറപ്പ്? ഗുഡ് ക്വസ്റ്റ്യൻ. ഞാനിതിലെങ്ങനെ നടന്നു പോകും. CBI എന്നൊന്ന് വിളിച്ചേ, ഞാൻ തിരിഞ്ഞു നോക്കും. എന്താ കളിയാക്കുക? ഞാൻ അപ്പഴേ നോട്ട് ചെയ്തതാ. ഒരു പള്ളിമുറ്റത്ത് വെച്ച് എങ്ങനെ പെരുമാറുന്നേ? ഹലോ, ഒരു മിനിറ്റ്, തെറ്റിദ്ധരിക്കരുത്. നിങ്ങളാരാ? അവനല്ല ഐ മീൻ CBI. I'll call the police. അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. നിങ്ങളൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ. എന്ത് സംസാരിക്കണം? നിങ്ങളുടെ സുഹൃത്ത് അർച്ചനയെ കുറിച്ച് ചോദിക്കാനാ. അർച്ചനയെ കുറിച്ചോ? എന്താ കാര്യം? അത് പിന്നെ അർച്ചനയ്ക്ക് ഒരു നല്ല ചെറുക്കം വന്നിട്ടുണ്ട്. പേര് കാർത്തിക്, കീബോർഡ് പ്ലെയർ. ഞാൻ വളരെ നല്ലവനാ, അവൻ എന്നേക്കാൾ നല്ലവനാ. ആരാ? തെറ്റിദ്ധരിക്കരുത്. അർച്ചനയുടെ അതേ അപ്പാർട്ട്മെന്റിലാണ് ഞാനും താമസിക്കുന്നത്. ഇന്നലെ അർച്ചനയുടെ മുത്തശ്ശിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. നിങ്ങളോടൊരു 10 മിനിറ്റ് സംസാരിക്കണമായിരുന്നു, പ്ലീസ്. ജീവിതത്തിൽ ചില സംഭവങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് അർച്ചന. അവൾക്ക് 3 വയസ്സുള്ളപ്പോഴാ ഇങ്ങനെ ഒരു കുറവുണ്ടെന്ന് മനസ്സിലാക്കിയത്. അതറിഞ്ഞതിന് ശേഷം അവളുടെ അച്ഛൻ അവളെ തനിച്ചാക്കിയിട്ട് പോയി. പിന്നീട് അവളുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവളെ വളർത്തിക്കൊണ്ടുവന്നത്. കുഞ്ഞുനാള് കിട്ടേണ്ട സ്നേഹവും സന്തോഷവും ഒന്നും അവൾക്കില്ലാതായി. ഇതിനിടയ്ക്ക് അവളുടെ അച്ഛൻ വേറൊരു വിവാഹം കഴിച്ച് അയാളുടെ വഴിക്ക് പോയി. അവൾക്ക് 6 വയസ്സ് തികയുമ്പോൾ അവളുടെ അമ്മയും മരിച്ചു. പിന്നീട് അവൾക്ക് എല്ലാം മുത്തശ്ശിയായിരുന്നു. കുഞ്ഞുങ്ങൾ മുതലേ അവളുടെ അമ്മയും അച്ഛനും വഴക്കുണ്ടാക്കുന്നത് കണ്ടു വളർന്നുകൊണ്ടാണോന്നറിയില്ല, അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയായി മാറിയത്. ഇതിലെല്ലാം ഉപരി അവൾ ആരുടെ അടുത്തൊന്നും ഒന്നും പ്രതീക്ഷിക്കാറില്ല. ഈ ലോകത്ത് ആരും എന്നെ കണ്ട് സഹതപിക്കാൻ പാടില്ല, അതിശയിക്കണമെന്ന് പറയുമായിരുന്നു. അതിനുവേണ്ടി അവൾ ഒരുപാട് പരിശ്രമിച്ചു. നന്നായി പഠിച്ചു, നന്നായി പെയിന്റ് ചെയ്യും, നല്ല നല്ല ശില്പങ്ങൾ ഉണ്ടാക്കും, കരാട്ടെ, കുംഫു ഇവയൊക്കെ പഠിച്ചു. അതെനിക്ക് മനസ്സിലായി. അവൾക്ക് എന്തിനോടെങ്കിലും വെറുപ്പ് തോന്നിയാ അവളെ പിന്തിരിപ്പിക്കാൻ പിന്നെ പ്രയാസ. ആണുങ്ങളൊന്നും നല്ലവരല്ലെന്നാണ് അവളുടെ വിശ്വാസം. ഓ, അപ്പൊ നമുക്ക് പോവാല്ലേ? ഇരിക്കട. അല്ല, അവൾക്ക് അച്ഛനമ്മമാരിന്ന് കിട്ടാത്ത സ്നേഹം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന വിശ്വാസമുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അത് പറയാൻ അറിയില്ല. എനിക്ക് ഇതിനു മുൻപ് നിങ്ങളെ അറിയില്ല. എന്തായാലും ദൈവസന്നിധിയിൽ വെച്ച് അർച്ചനെ കുറിച്ച് ചോദിച്ചില്ലേ, സത്യമാണെന്ന് വിശ്വസിക്കുന്നു. അല്ല, നമ്മൾ സംസാരിക്കുന്ന അവൾക്ക് മനസ്സിലാവും. മുഖത്ത് നോക്കി സംസാരിക്കുമ്പോ ചുണ്ടനങ്ങിയേ മനസ്സിലാവും. അർച്ചനയ്ക്ക് മുത്തശ്ശിയല്ലാതെ മറ്റു വല്ല ബന്ധുക്കളുണ്ടോ? ഉണ്ട്, ഒരു ഗാർഡിയൻ, മിസ്റ്റർ അനന്തകൃഷ്ണൻ. ഈ പേര് നമ്മൾ എവിടെ കേട്ടിട്ടുണ്ട്? അതെ അതെ, നിങ്ങളുടെ അപ്പാർട്ട്മെന്റിലാ താമസിക്കുന്നത്. അവിടുത്തെ സെക്രട്ടറി അദ്ദേഹം. ഓക്കേ, ബൈ. എടാ കാർത്തിക്, സാധാരണ പ്രേമിക്കും, പിന്നെ വില്ലൻ വരുന്നു, അതിനുശേഷം പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ പ്രശ്നം തലയ്ക്ക് മീതെ നിൽക്കുക, വില്ലനും ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. ഇതിനു ശേഷം ആരാ? മുത്തശ്ശിയാ? കോഫി. താങ്ക്സ്. ഷീല എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ അർച്ചനയോട് ആരാ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക? എന്താ? ദാ അത് കണ്ടോ, അതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നതാ. 6 മാസം മുമ്പ് ഞാൻ അവളോട് കല്യാണത്തെക്കുറിച്ച് പറഞ്ഞു. ദേഷ്യം വന്ന് എറിഞ്ഞു പൊട്ടിച്ചു. അങ്ങനെയാണോ? അയ്യോ, അവളുടെ ദേഷ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. കുറച്ചു ദിവസം മുമ്പ് തൊട്ടടുത്ത വീട്ടിലെ ചെറുക്കൻ പട്ടാളത്തിൽ നിന്ന് വന്നു. ഇവളെ കണ്ട് മയങ്ങി ഇവളുടെ സ്വഭാവം അറിയാതെ അവൻ ഇവളോട് ഐ ലവ് യു എന്ന് പറഞ്ഞു. കൊടുത്തില്ലേ ചെകിടത്തൊന്ന്. അവൻ അന്ന് എന്നെ കാശ്മീരിലേക്ക് തിരിച്ചുപോയി. ഒന്നും മിണ്ടരുത് എന്ന് വെച്ച് അങ്ങനെ വിടാൻ പറ്റൂ? അല്ല, കാശ്മീരി തിരികെ വിളിക്കണം പറയുന്നത്. അല്ലല്ല, ഏതാ നല്ലതെന്ന് നമ്മളല്ലേ പറയേണ്ടത്. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? അതെല്ലാം ഞാൻ നോക്കിക്കോളാം. എനിക്ക് വേണ്ടത് നിങ്ങളുടെ സമ്മതവും അനുഗ്രഹമൊക്കെയാണ്. എന്റെ കണ്ണടഞ്ഞ അവളുടെ ഗതി എന്താവുന്ന എന്റെ പേടി. മോൻ അവൾക്കൊരു നല്ല ജീവിതം കൊടുത്ത സമാധാനത്തോടെ മരിക്കാം. സാറ് ഞങ്ങളിവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞ് പിടിവാശി പിടിക്കുക. അത് കളയുന്നേ, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കാൻ നോക്ക്. അതെ, ഇനി നിങ്ങൾ അങ്ങേരുമായിട്ട് വെറുതെ വഴക്കിനൊന്നും പോവണ്ട. എല്ലാ റൂട്ടും ക്ലിയർ ആയി കാർത്തിക്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ സെക്രട്ടറിയായ. ആദ്യം അയാളുടെ മനസ്സിൽ എനിക്കൊന്ന് കയറിക്കൂടണം. ആ ചേച്ചിയെ പെട്ടിരിക്കുക, പിന്നല്ലേ നീയേ. ബേ സീരിയസ്, തമാശ പറയാനുള്ള സമയമല്ലത്. അവിടെ ശാപ്പാട് രാമൻ ഒരുത്തനുണ്ടല്ലോ, അവൻ തന്നെ സെക്രട്ടറിയുടെ പുന്നാരമൻ. അവന് കീബോർഡ് പഠിപ്പിച്ചു കൊടുത്ത് 1 മാസത്തിനുള്ളിൽ ഒരു കുട്ടി റഹ്മാനാക്കും ഞാൻ.
ഇപ്പൊ നീയാ തമാശ പറയുന്നത്. വേറെ വഴി വേണ്ടേ? എവിടെയെങ്കിലും പോയിരുന്ന് കരഞ്ഞിട്ടായാലും ഞാൻ ആ ജോലി ഏറ്റെടുക്കും. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് രാവിലെ 5:30 എഴുന്നേക്കണം. ഓരോ വീട്ടിലും പാല് കൊടുക്കാൻ പോകണം. അല്ല, ജോഗിങ്ങിന് പോണം. എന്തു പറ്റിയാടാ നിനക്ക്? അർച്ചന ദിവസവും ജോഗിങ്ങിന് പോകുന്നുണ്ടല്ലോ. ഒറ്റയ്ക്കാണോ? പട്ടിക്കുട്ടിയുണ്ട്. പിന്നെ നീ എന്തിന്? ഗുഡ് നൈറ്റ്. പ്രൊഫസർ ദിസ് ഈസ് ടു മച്ച്. എന്ത് ടു മച്ച്? നീയാണോ ചോദിച്ചത്? തന്നോട് അല്ലല്ലോ. പറയേണ്ട കാര്യം ഞാൻ തന്നോടല്ല വേറെ ആരോടാ പറയേണ്ടത്? ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണോ? മിസ്റ്റർ അനന്തകൃഷ്ണൻ, ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇതാകെ പ്രശ്നമാവും. സർ. ഹലോ, ആ ബാബു, നീ വന്നത് വളരെ നന്നായി. എന്തു പറ്റി സർ? നമസ്കാരം. എന്താ ബാബു ഒന്നും അറിയാത്തവരെ പോലെ സംസാരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താ ഡോക്ടറാ? ശരിയല്ലേ? അദ്ദേഹത്തെ കണ്ടൊരു ഡോക്ടറാന്ന് തോന്നുന്നു. അല്ല സാർ, MBBS പഠിച്ച ഡോക്ടർ പോലെ ഇല്ലെന്നാ പറഞ്ഞത്. കണ്ടില്ലേ എത്ര ഇറസ്പോൺസിബിൾ ആയിട്ട് സംസാരിക്കുന്നു? ചേച്ചേ, അങ്ങനെയൊന്നുമില്ല സർ. അങ്ങനെ തന്നെയാ ബാബു. മുഖ്യൻ എത്ര നല്ലവനാ. അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ ആണെന്നാ പറഞ്ഞു കേട്ടെ. നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ലോ ആൻഡ് ഓർഡർ ആകെ തകർന്നു പോയില്ലേ? ന്യൂസ് പേപ്പർ വരില്ല, പാല് വരില്ല, കടകൾ തുറക്കില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പാല് കൊണ്ടുവരാം. സാറ് രാവിലെ പേപ്പർ കൂടെ കൊണ്ടുവരും. നിന്നോട് ചോദിച്ചോ? അല്ല സാർ, ഞാൻ സാറിനെ സപ്പോർട്ട് ചെയ്തതാ. എനിക്കൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി. മിസ്റ്റർ അനന്തകൃഷ്ണൻ, ഇവിടെ താമസിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാതെ, നിങ്ങൾ ഇവിടെയുള്ളവരുടെ സുരക്ഷിതത്വം മനസ്സിലാക്കാതെ വെറും പാൽക്കാരനെ പോലെ സംസാരിക്കുന്നു. അടുത്ത ഇലക്ഷൻ വരട്ടെ, ഞങ്ങൾ ആരാന്ന് കാണിച്ചു തരാം. മാർക്ക് മൈ വേർഡ്സ്, യുവർ ഡേയ്സ് ആർ നമ്പേഴ്സ്. പ്രൊഫസറെ, എന്റെ അടുത്ത് വേണ്ട. സാർ, talking സാർ, nonsense. ഇത് ഞാൻ നോക്കിക്കോളാം. താൻ ഞങ്ങളുടെ സെക്രട്ടറി അല്ല. ഒന്നും പറയണ്ട. നീ വേണ്ട, എന്ത് ഇത്? നിന്റെയൊക്കെ ഞാൻ- ടെൻഷൻ ആവാതിരിക്കും സാർ. ഇത് നോക്കൂ സാർ, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം സാർ. അടുത്ത ഇലക്ഷനിൽ കള്ളവോട്ടെങ്കിലും ചെയ്ത് ഞാൻ ജയിപ്പിക്കാം സാർ. പോടോ, ഇറങ്ങി പോടോ. ജാനു, നീ അടുത്ത് പോ. ഇത് is irresponsibility. മുഖ്യമന്ത്രിക്ക് ഒന്നും പറ്റില്ല സർ. അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതെ സാർ, നാട്ടുകാർ മുഴുവനും പോകുന്നു. സത്യം. അതെ സർ, അടുത്ത ഇലക്ഷനും അദ്ദേഹം തന്നെ ജയിക്കും. എങ്ങനെ അറിയാം? അദ്ദേഹത്തിന്റെ ജാതകം അങ്ങനെ സർ. സാർ പോയട്ടെ, എല്ലാം ഞാൻ നോക്കണം. സി എത്ര റെസ്പോൺസിബിൾ ആയിട്ടാ മറുപടി പറയുന്നത്. മാർക്ക് മൈ വേർഡ്സ്, അടുത്ത സെക്രട്ടറി ഇവൻ തന്നെ. അതൊക്കെ പിന്നെ തീരുമാനിക്കാം. സാർ ആദ്യം പോയി ഉറങ്ങാൻ നോക്ക്. പാല് വന്നാലും ഇല്ലെങ്കിലും ഇവളുണ്ടാക്കുന്ന കാപ്പിക്ക് ഒരേ രുചിയാ. മോനെ, ഒരുപാട് നന്ദിയുണ്ട്. ഹേയ്, അതൊന്നും സാരമില്ല. അതല്ല മോനെ, ഇവിടെയുള്ള എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കിയേ സംസാരിക്കാറുള്ളൂ. നിങ്ങൾ രണ്ടുപേരും മാത്രമാ സ്നേഹമായിട്ട് പെരുമാറിയത്. സാറിന് ശരിക്കും എന്താ സംഭവിച്ചത്? ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു. അവൻ +2 പഠിക്കുമ്പോൾ ഒരു ആക്സിഡന്റിൽ അവൻ ആക്സിഡന്റ് ആയെന്ന് ഫോൺ വന്നപ്പോൾ അന്ന് തളർന്നതാണ് അദ്ദേഹം. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. ഒന്ന് കരഞ്ഞിട്ട് പോലുമില്ല. അന്നൊരു പക്ഷെ ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഇതുപോലൊരവസ്ഥ വരില്ലായിരുന്നു. ആ ഷോക്കിൽ നിന്ന് ഇതുവരെ മോചിതനായിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കാണുന്ന ലോകം 1984 പിന്നൊന്നും അറിയില്ല. നിങ്ങളുടെ മകന്റെ പേര് ബാബു എന്ന്? അങ്ങനെയായിരുന്നു ഞങ്ങൾ വിളിച്ചിരുന്നത്. സാറിനെ ബാബു എന്ന് വിളിക്കാറ്. അവൻ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ മോനെ പോലെ തന്നെ ഇരുന്നേനെ. ഓ, ഗുഡ് മോർണിംഗ്. മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്? മുത്തശ്ശി, ഞാൻ ദിവസവും ജോഗിങ്ങിന് വരുന്നുണ്ടെന്നാ ചോദിച്ചല്ലേ? യാ, മീ ഡെയിലി 5 o'clock ജോഗിങ് 10 kilometers. കഴിഞ്ഞ ആഴ്ച ചറപറ മഴ പെയ്തിട്ട് റോഡിൽ മുഴുവൻ വെള്ളം കെട്ടിയില്ലേ? എന്നിട്ട് പോലും ഞാൻ ജോഗിങ്ങിന് പോയി. അതാ ഞാൻ. യുവർ ഡോഗ്? യുവർ ഡോഗ്? വെരി ക്യൂട്ട്. ഐ ലവ് ഡോഗ്സ്. ഡോഗിക്കുട്ടി ബപ്പിമാ. എന്താ
നീ പുലിയെ പോലെ പോയിട്ട് പൂച്ചയെ പോലെയാണോ തിരിച്ചു വരുന്നത്? അർച്ചനയുടെ പട്ടിക്കുട്ടിയാന്ന് ഓർത്ത് കൊഞ്ചിച്ചതാ. എന്നെ അതിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. 110 കിലോമീറ്റർ സ്പീഡിൽ ബീച്ച് മുഴുവൻ ഓടിയെന്ന് കേട്ടു. ഒന്ന് പോടാ അവിടെ. അതല്ലടാ, ഇവിടെയുള്ള കുട്ടികളാ പറഞ്ഞത്. സന്തോഷം കൊണ്ട് ചോദിച്ചതാ. മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ദേ, ആ ഈ മരുന്നും പട്ടിക്കുട്ടി കൂടി വാങ്ങിച്ചാ ഒരു മതി. പേപ്പട്ടിയാണെന്ന് ഞാൻ ഓർത്തില്ല. നീയോ നിക്ക് 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 ഹലോ ചേച്ചി, നമസ്കാരം. ഒറ്റയ്ക്കുള്ളൂ? എന്താ സാർ? എന്താ സാർ? എന്താ ഇത്? എന്താണോ മൂക്ക് തകർന്നു പോയി അതെ, ഞാൻ നീ മിണ്ടാതിരി. സാർ എന്തായാലും എന്നോട് പറഞ്ഞോളൂ സാർ. പക്ഷേ മലയാളത്തിൽ പറയണം. ചൈനീസ് എനിക്ക് വശമില്ല. ഞാനും എന്നെ കളിയാക്കുന്നു. സാർ എന്താ സാർ മൂക്കിനോട് ദേഷ്യം കാണിക്കുന്നത്? അയ്യോ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത്. വീണ്ടും മൂക്കിന് ചോര വരും. ഞാൻ ഹലോ ഡോക്ടർ, എന്താ ഇങ്ങോട്ടൊക്കെ സുഖമില്ലേ? വീട്ടിൽ അന്വേഷണം പറയണേ. അതെ, ഞാൻ നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? എന്താ വിചാരിച്ചേ? I am the secretary of the ambassador. ഓ, ഇത് ഹോസ്പിറ്റലായിട്ട് വേണ്ട. കാണിച്ചു തരാടാ. I will face it. ഞാൻ കോർട്ടിൽ പോകും. നിന്നെ ഞാൻ കണ്ടോളാടാ. ഈ മനുഷ്യൻ നീ ചിരിക്കണടാ, നിനക്ക് വെച്ചിട്ടുണ്ട്. നിന്നെ ഒന്നിനെ വിടില്ലടാ. എന്നെ ഒന്നിനെ വിടില്ല. ആ Come on, ജാനു. Come on.